ഇത് ശരിക്കും പാഷൻ ഫ്രൂട്ടിന് വേണ്ടി ചെയ്തതാണ്. ഒരു ട്രിപ്പ് നന്നായിട്ട് കായ്ഫലം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞത് മാറ്റിയിട്ട് തൽക്കാലം പുതിയ തൈ വെച്ചേക്കുകയാണ്. അതുവരെ വരാനായിട്ട് കോവയ്ക്ക ഇട്ടിട്ടുണ്ട്. കോവയ്ക്കയുണ്ട്, പടവലവും ഇപ്പം കയറി വരുന്നുണ്ട്. അത് താൽക്കാലികമാണ്. കോവയ്ക്കനിപ്പം പാഷൻ ഫ്രൂട്ട് നിറയുന്ന മുറയ്ക്ക് അത് മാറ്റും. ഇത് സ്ഥലം പരമാവധി ഉപയോഗപ്പെടുത്താൻ വേണ്ടിയാണ് ഇതിപ്പം ഒന്ന് പെർമനന്റ് സ്ട്രക്ചർ ചെയ്യേണ്ടി വന്നത്. കാരണം ഇതല്ലെങ്കിൽ ഇത് ഇവിടത്തേക്ക് വഴിയാണ്. തണൽ മാത്രമല്ല, വീട്ടിനകത്ത് നല്ല തണുപ്പ് ഈ ചൂട് സമയത്ത് നമുക്ക് ഇത് നനയ്ക്കുന്നതുകൊണ്ട് ഈ തണുപ്പ് വെച്ചിട്ടുള്ളതുകൊണ്ട് നമുക്കൊരു തണുപ്പ് കിട്ടും. പരമാവധി സ്ഥലം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. ശരിക്കും ആദ്യം ഇവിടെ ചെടികളായിരുന്നു. കംപ്ലീറ്റ് നല്ല ലാൻഡ്സ്കേപ്പ് ചെയ്ത് പുല്ലുണ്ടായിരുന്നു. ഈ പ്രദേശത്തെല്ലാം പുല്ലിട്ട് നമുക്ക് ലാൻഡ്സ്കേപ്പ് ചെയ്തൊക്കെയായിരുന്നു. പിന്നെ എല്ലാം പച്ചക്കറി എല്ലാം പുറമേ നിന്ന് മേടിക്കുന്ന മതിയാക്കണമെന്നൊരു ചിന്ത വന്നതിന് ശേഷം ചെടിയിൽ നിന്നുള്ള കുറച്ച് വെച്ചു. ചെടി ഇപ്പം എൻ്റെ വൈഫിൻ്റെ വകയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഞാനല്ല ശരിക്കും ചെടി നോക്കുന്നത്. പച്ചക്കറിയിലേക്ക് മാറിയപ്പോഴേക്കും ചെടിയുണ്ട്. ഇതിപ്പോൾ അത്യാവശ്യം എനിക്ക് ലാഭം കിട്ടുന്നൊരു ബിസിനസ് കൂടെയാണ് മറ്റു കൃഷിയെ അപേക്ഷിച്ച്. കാരണം ഇതിൻ്റെ തൈ ഇവിടെ നിന്ന് പോകുന്നുണ്ട്. ഇവിടെ വന്ന് പച്ചക്കറി മേടിക്കാനായിട്ട് വരുന്ന, ഇവിടെ നിന്നുള്ള സാധനങ്ങൾ മേടിക്കാൻ വരുന്നവർക്കെല്ലാം ഇത് കണ്ടിട്ട് തൈ വേണം, ആടിയനത്തിൻ്റെ. അപ്പോൾ അതിൻ്റെ മൾട്ടിപെറ്റിൽ നമ്മളിവിടെ തന്നെ ഞാൻ ഗ്രാഫ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഗ്രാഫ്റ്റ് ചെയ്ത തൈ കൊടുക്കും, അതല്ലെങ്കിൽ അല്ലാതുള്ള സാധാ തൈ കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഗ്രാഫ്റ്റ് ചെയ്യാനായിട്ട് വെച്ചേക്കുന്നതാണ് ആ ചെറിയ തൈകളെല്ലാം. അപ്പോൾ ഇത് കുറേ വെറൈറ്റി ഉണ്ട് നമുക്ക്. മൾട്ടിപെറ്റലായിട്ട് വന്നേക്കുന്നത് കുറച്ച് കളറുണ്ട്. അപ്പോൾ ഇത് പറയുന്ന അവർക്ക് ആ തൈ നമുക്ക് അതനുസരിച്ച് നമ്മൾ തയ്യാറാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. തൈ നമുക്ക് മൾട്ടിപെറ്റലാകുമ്പോൾ നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്ത തൈക്ക് 200 രൂപയിട്ടാണ് കൊടുക്കുന്നത്. സാധാ തൈക്ക് പൂ വന്നേക്കുന്ന നമുക്ക് ഈ ടൈപ്പ് നമ്മൾ 100 രൂപയ്ക്ക് കൊടുക്കും. പൂവോടുകൂടിയുള്ള തൈകൾ 100 രൂപയ്ക്ക്, ചെറിയ തൈകൾ 75 രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട്.